എൻ്റെ പേര് മേഘ. ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2023 സെപ്റ്റംബറിലാണ്. ഞാനൊരു എക്സാം എഴുതിയിരുന്നു. ആ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഞാൻ തീരെ വയ്യാണ്ട് പോയി എഴുതിയ എക്സാം ആയിരുന്നു അത്. അപ്പം ജയിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു, കാരണം പേപ്പറിലൊന്നും എഴുതിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ യൂട്യൂബിൽ കൃപാസനത്തിലെ വീഡിയോസ് കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു. വന്ന് ഉടമ്പടി എടുത്തു. അച്ഛൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രേക്ഷിത പ്രവർത്തികളും കാരുണ്യ പ്രവർത്തികളും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. എക്സാം റിസൾട്ട് വരാറായി. അപ്പോഴും വലിയ പ്രതീക്ഷയില്ല, കാരണം ഞാൻ പേപ്പറിലൊന്നും എഴുതിയിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ ജയിക്കാനാണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എന്നെ മാതാവ് ജയിപ്പിച്ചു. എനിക്ക് വളരെയധികം സന്തോഷമായി. അതിൻ്റെ റിസൾട്ട് എല്ലാം വന്നു കഴിഞ്ഞപ്പം ഞാനൊരു കമ്പനിയിൽ ജോലിക്ക് കയറിയപ്പം അവിടുത്തെ ജോലിക്ക് കയറാനായിട്ടുള്ള മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരുന്നു. അപ്പം ഇംഗ്ലീഷ് മാത്രം നല്ലോണം ഹാൻഡിൽ ചെയ്താൽ മാത്രം മതിയായിരുന്നു. അങ്ങനെ ഞാൻ ജോലിക്ക് കയറിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ എല്ലാ കുട്ടികളെയും പോലെ പുറത്തു പോയി പഠിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ IELTS വേണ്ടി പ്രിപ്പയർ ചെയ്തു. IELTSനുള്ള ഡേറ്റ് എടുത്തു. ജോലിക്ക് കയറി. എൻ്റെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഈവനിങ് 5:30 തൊട്ട് മോർണിംഗ് 5:30 വരെയുള്ള ഷിഫ്റ്റായിരുന്നു. അപ്പം എനിക്ക് നല്ലോണം പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല. പ്രാർത്ഥനയിൽ ഞാൻ ഉളപ്പിത്തുടങ്ങി. എനിക്ക് ധ്യാനം കേൾക്കാനോ സാക്ഷ്യങ്ങൾ കേൾക്കാനോ ഒന്നും പറ്റുന്നില്ല. പ്രാർത്ഥന കറക്റ്റായിരുന്നില്ല. ഉടമ്പടിയിൽ ഉളപ്പിയതിന് ഇതായിട്ട് ഞാൻ IELTS എഴുതി. എനിക്ക് IELTSൻ്റെ റിക്വയർഡ് സ്കോർ കിട്ടിയില്ല. ഒരു IELTS എക്സാമിന് 17,000 രൂപയാണ്. എൻ്റെ വളരെ കഷ്ടപ്പെട്ട വീട്ടിലാണ് ഞാൻ വരുന്നത്. അപ്പോഴത്തേനും അടുത്ത IELTSനുള്ള ഡേറ്റ് എടുത്തപ്പോഴത്തേനും അപ്പോഴും ഞാൻ പോയി എഴുതി. കിട്ടുമെന്ന് വിചാരിച്ച് പോയി എഴുതി. അപ്പോഴും എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ, എൻ്റെ അച്ഛനെ അമ്മ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം, എനിക്ക് വേറെ വഴിയൊന്നുമില്ല എന്നും പറഞ്ഞ് ഇനി ഡേറ്റ് എടുക്കാനായിട്ട് എൻ്റെ പൈസയും ഇല്ല. അങ്ങനെ ഇരിക്കെ എൻ്റെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, നിനക്ക് ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ, എനിക്ക് പൈസ എപ്പോൾ തിരിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ എവിടെയെങ്കിലും എത്തിയതിന് ശേഷം മാത്രം എനിക്കിത് തരാൻ പറ്റുമെന്നും പറഞ്ഞു ആ ചേട്ടനെ ഞാൻ കടം മേടിച്ച് പോയി പരീക്ഷ എഴുതാൻ പോയപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, മാതാവിനെ രക്ഷപ്പെടുത്തണം, എൻ്റെ വീട്ടിലൊരു അച്ഛനും അമ്മയും ഉണ്ട്.